സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ദൈവമായ കർത്താവ് അത് ഇഷ്ടപ്പെടുന്നുമില്ല. അതിനാൽ മത്തായി 18:14 ദൈവം നമ്മളോട് ഇപ്രകാരം പറയുന്നു: ചെറിയവനിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പുകയുന്ന തിരി കർത്താവ് കെടുത്തുന്നില്ല. നീതിമാന്മാരെ കുറിച്ച് കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മത്തായി 18:14 കാണുന്നത്. ഈശോ നമ്മളെ നേടിയെടുത്തത് അവന്റെ രക്തം കൊണ്ടാണ്. പാപം ചെയ്യാത്ത ഒരുവൻ, ഒരു കുറവും ഇല്ലാത്ത ഒരുവന്റെ ജീവൻ കൊടുത്താണ് അവനെ നേടിയെടുത്തത്. അതിനാൽ ആരും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തിന്മ സൃഷ്ടിച്ചിട്ടില്ല. നീതിമാന്മാരുടെ കഷ്ടതയിൽ കർത്താവ് സന്തോഷിക്കുന്നുമില്ല. ജീവിക്കുക, ജീവൻ നൽകുക, പുനരുദ്ധീകരിക്കുക എന്നിവയല്ലാതെ നശിപ്പിക്കുക എന്നത് കർത്താവിൽ ഇല്ല. പല കുടുംബങ്ങളും ഇപ്പോൾ നശിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു, പക്ഷെ പുള്ളി പിന്നെയും മരിച്ചു. അതിനാൽ ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പല പ്രതിസന്ധികളിൽ തന്ന് കർത്താവ് നമ്മളുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ മത്തായി 18:14 വായിക്കുമ്പോൾ നമുക്ക് ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുക സാധിക്കും.